ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻവെൻട്രി. നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് കണ്ടു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ് ഇൻവെൻട്രി. അതുകൊണ്ട് നമുക്ക് ഇൻവെൻട്രിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻവെൻട്രി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻവെൻട്രീൻ്റെ ഡെഫിനിഷൻ നോക്കാം. Inventory is the term for the goods available for sale and the raw material used to produce goods available for sale. ഒരു ഓർഗനൈസേഷൻ്റെ കൈവശമുള്ള ഫിനിഷ്ഡ് ഗുഡ്സിനെയും അതുപോലെ റോ മെറ്റീരിയൽസിനെയുമാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. Inventory represents one of the most important assets of a business because the turnover of inventory represents one of the primary sources of revenue generation and subsequent earnings for the company's shareholders. ഇൻവെൻട്രി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റാണ്. എന്തുകൊണ്ടാണ്? ഇൻവെൻട്രി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ആ എമൗണ്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ഇൻവെൻട്രി. ഇനി നമുക്ക് ഇൻവെൻട്രീൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Inventory is the array of finished goods or goods used in production held by a company. ഒരു ഓർഗനൈസേഷൻ്റെ കൈവശമുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. Inventory is classified as a current asset on a company's balance sheet and it serves as a buffer between manufacturing and order fulfillment. ഇൻവെൻട്രി നമ്മുടെ കറണ്ട് അസറ്റാണ്. ഇൻവെൻട്രി നമ്മളൊരു ബഫർ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ബഫറായിട്ട് ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മാനുഫാക്ചറിങ്ങും ഓർഡറിങ് ഫുൾഫിൽമെൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവില്ലേ? അത് നമ്മൾ ഉണ്ടാക്കി വെച്ച അത്രയും സാധനങ്ങൾ തന്നെ ആയിരിക്കില്ല നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുക. അപ്പം ആ ഒരു ഡിഫറൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കൂലേ, അതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. When an inventory item is sold, its inventory can be valued in 3 ways. ഒരു ഇൻവെൻട്രീൻ്റെ ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. This method says that the cost of goods sold is based on the cost of the earliest purchased material, while the carrying cost of remaining inventory is based on the cost of the latest purchased material. ഫിഫോ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം വാങ്ങിയ ഇൻവെൻട്രിക്ക് എത്ര രൂപയായി ആ കോസ്റ്റിലാണ് കാണിക്കുക. ബാക്കി ഓർഗനൈസേഷനിൽ ഇൻവെൻട്രിക്കോ ലേറ്റസ്റ്റ് കോസ്റ്റിലാണ് കാണിക്കുക. അപ്പോൾ ഫിഫോ മെത്തേഡ് ആണെങ്കിൽ ഏർലിയർ പർച്ചേസിൻ്റെ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താ? ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the cost of goods sold is valued using the cost of latest purchased material, while the value of the remaining inventory is based on the earliest purchased material. അപ്പം ലിഫോ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് പർച്ചേസിൻ്റെ കോസ്റ്റാണ് എടുക്കുക. ഓർഗനൈസേഷനിലെ ബാക്കി ബാക്കിയുള്ള ഇൻവെൻട്രികളൊക്കെ അവർ അതായത് പഴയ വിലയിലാണ് കാണിക്കുക. അപ്പം ഇപ്പം നമ്മൾ എടുക്കുന്ന ഇൻവെൻട്രീനെ ലേറ്റസ്റ്റ് കോസ്റ്റിലും ബാക്കി വരുന്ന ഇൻവെൻട്രികളെ പഴയ കോസ്റ്റിലുമാണ് കാണിക്കുക. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഏതാ? The weighted average method requires valuing both inventory and the cost of goods sold based on the average cost of all materials bought during the period. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് എടുക്കുക, അതായത് വാല്യൂ ചെയ്യുക, ആവറേജ് കോസ്റ്റ് എത്രയാണോ ആ വിലയിൽ എടുക്കുക. അപ്പം 3 മെത്തേഡാണുള്ളത് ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്: ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഫിഫോ ആണെങ്കിൽ നമ്മൾ ഏർലിയസ്റ്റ് പർച്ചേസിൻ്റെ വില എടുക്കും. ലിഫോ ആണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് പർച്ചേസിൻ്റെ വില എടുക്കും. വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണെങ്കിൽ നമ്മൾ ആവറേജ് കോസ്റ്റ് എടുക്കും. ഇനി നമുക്കെന്ത് നോക്കാം? എക്സാമ്പിൾസ് ഓഫ് ഇൻവെൻട്രീസ്. Retailers and distributors are likely to have one type of inventory, namely merchandise. അപ്പോൾ ട്രേഡിംഗ് കൺസേണുകൾക്ക് ഉണ്ടാവുന്ന ഇൻവെൻട്രീനാണ് നമ്മൾ മെർക്കൻഡൈസ് എന്ന് പറയുന്നത്. Manufacturers will have
3 or 4 categories of inventory. മാനുഫാക്ചറിങ് കൺസേൺസിന് എത്ര കാറ്റഗറീസ് ഓഫ് ഇൻവെൻട്രീസ് ഉണ്ടാവും? 3 അല്ലെങ്കിൽ 4. ഏതൊക്കെയാണിത്? റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്. Manufacturing and packaging supplies. Manufacturers are required to report the amount of each inventory category on its balance sheet or in the notes to the financial statement. മാനുഫാക്ചറേഴ്സ് അവരുടെ ഓരോ ഇൻവെൻട്രീൻ്റെയും വാല്യൂ അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അപ്പം നമ്മൾ 2 എക്സാമ്പിൾസാണ് കണ്ടത്. ഒന്ന് ട്രേഡിംഗ് കൺസേണിന് ഉണ്ടാകുന്ന ഇൻവെൻട്രിയാണ് നമ്മൾ മെർക്കൻഡൈസ് എന്ന് പറയും. മാനുഫാക്ചറിങ് കൺസേൺസിന് 3 അല്ലെങ്കിൽ 4 കാറ്റഗറി ഓഫ് ഇൻവെൻട്രിയാണ് ഉണ്ടാവുക. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി നോക്കാം. There are 3 types of businesses such as trading or merchandise, manufacturing and service. എത്ര ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്? ഒന്നാമത്തേത് ട്രേഡിംഗ് ഓർ മെർക്കൻഡൈസ്, രണ്ടാമത്തേത് മാനുഫാക്ചറിങ്, മൂന്നാമത്തേത് സർവീസ്. ഔട്ട് ഓഫ് ദിസ്, സർവീസ് ആർ നോട്ട് ഇൻവെൻറ്ററിയൽ. ഹിയർ the first classification of inventory is based on the nature of business. Merchandise and manufacturing inventory. സർവീസ് ഫേമുകൾക്ക് പൊതുവെ ഇൻവെൻട്രി ഉണ്ടാവാറില്ലല്ലോ. അപ്പം നമുക്ക് ബാക്കിയുള്ള 2 ആൾക്കാരുടെ കാര്യം നോക്കാം. ഇവിടെ നാച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചിട്ടാണ് അവർ ടൈപ്പ് ഓഫ് ഇൻവെൻട്രീനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഏതാ? മെർക്കൻഡൈസ് ഇൻവെൻട്രി. ഇറ്റ് ഈസ് ദ ഇൻവെൻട്രി ഓഫ് ട്രേഡിംഗ് ഗുഡ്സ് ഹെൽഡ് ബൈ എ ട്രേഡർ. ഒരു ട്രേഡർക്ക് ഉണ്ടാവുന്ന ഇൻവെൻട്രീനെയാണ് മെർക്കൻഡൈസ് ഇൻവെൻട്രി എന്ന് പറയാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാ? മാനുഫാക്ചറിങ് ഇൻവെൻട്രി. ഇറ്റ് ഈസ് ദ ഇൻവെൻട്രി ഫോർ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് കൺസേണുകൾക്ക് ഉണ്ടാവുന്ന ഇൻവെൻട്രീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. Based on the value addition or stage of completion, the manufacturing industries are further classified into 3 types of inventory. നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് കംപ്ലീഷനിലാണ് ഉള്ളത് നോക്കിയിട്ട് നമുക്ക് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ്റെ ഇൻവെൻട്രീനെ 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാ? 1 റോ മെറ്റീരിയൽ, 2 വർക്ക് ഇൻ പ്രോഗ്രസ്, 3 ഫിനിഷ്ഡ് ഗുഡ്. അനദർ ടൈപ്പ് ഈസ് MRO inventories, which are to support the whole manufacturing and administrating operation. അപ്പം മൊത്തം മാനുഫാക്ചറിങ് ഇൻവെൻട്രിക്ക് എത്ര എണ്ണം ഉണ്ട്? 4 ക്ലാസിഫിക്കേഷൻ. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? നമ്മുടെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ അനുസരിച്ചിട്ട്. അതേതൊക്കെയാ? 1 റോ മെറ്റീരിയൽ, 2 വർക്ക് ഇൻ പ്രോഗ്രസ്, 3 ഫിനിഷ്ഡ് ഗുഡ്, 4 MRO. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് റോ മെറ്റീരിയൽ. These are the materials or goods purchased by the manufacturer. Manufacturer purchase ചെയ്യുന്ന goods ആണ് raw material. The manufacturing process is applied to the raw material to produce desired finished good. നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അപ്ലൈ ചെയ്യുക റോ മെറ്റീരിയലിൻ്റെ മേലെയാണ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് റോ മെറ്റീരിയൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റുന്നത്. For example, aluminum scrap is used to produce aluminum ingots. Flour is used to produce bread. അപ്പം ഏതൊരു റോ മെറ്റീരിയലിൻ്റെ മേലെയും മാനുഫാക്ചറിങ് പ്രോസസ്സ് അപ്ലൈ ചെയ്താലാണ് ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുക. ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ സം വൺ ക്യാൻ ബി റോ മെറ്റീരിയൽ ഫോർ സം വൺ. ചിലർക്ക് ഫിനിഷ്ഡ് ഗുഡ് ആയിരിക്കും, അതേ സാധനം ചിലരെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, the aluminum ingot can be used as raw material by utensil manufacturers. The business importance of raw material as an inventory is mainly to protect any interruption in production planning. Other reasons can be availing price discounts on bulk purchases, guard against market shortage situation, etc. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് റോ മെറ്റീരിയൽ കൈവശം വെക്കണം. അതുപോലെ തന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതുപോലെ മാർക്കറ്റ് ഷോർട്ടേജിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽ ഒരുപാട് വാങ്ങിക്കൊണ്ട് വെക്കാറുണ്ട്. മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഇൻവെൻട്രി ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. These are the partly processed raw material lying on the production floor.
നമ്മൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. ദേ മേ ഓർ മേ നോട്ട് ബി സെയിലബിൾ. അത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡിലേക്ക് എത്താനായിട്ടുണ്ട്, ആ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുകയാണെങ്കിൽ സെയിലബിൾ ആണ്. അല്ല നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷനിലാണ്, കംപ്ലീഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണെങ്കിൽ സെയിലബിൾ അല്ല. ദീസ് ആർ ഓൾസോ കാൾഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വേറെ പേരെന്താണ്? സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ഇൻവെൻട്രി which will be created in almost any manufacturing business. എല്ലാ ബിസിനസ്സുകളിലും വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇൻവെൻട്രി എന്തായാലും ഉണ്ടാവും. ദിസ് ലെവൽ ഓഫ് ദിസ് ഇൻവെൻട്രി ഷുഡ് ബി കെപ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഇൻ പ്രോഗ്രസ് എപ്പോഴും മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സിൻസ് എ ലോട്ട് ഓഫ് മണി ഈസ് ബ്ലോക്ക്ഡ് ഓവർ ഹിയർ വിച്ച് അതർവൈസ് ക്യാൻ ബി യൂസ്ഡ് ടു അച്ചീവ് ബെറ്റർ റിട്ടേൺസ്. കാരണം നമ്മളെ ഫണ്ട് ഇവിടെ ബ്ലോക്കായി കിടക്കുക, ഈ ഫണ്ട് വേറെ ഏതെങ്കിലും ഏരിയയിൽ ഉപയോഗിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സ്പീഡിങ് അപ്പ് ദ മാനുഫാക്ചറിങ് പ്രോസസ്, പ്രോപ്പർ പ്രൊഡക്ഷൻ പ്ലാനിങ്, കസ്റ്റമർ ആൻഡ് സപ്ലയർ സിസ്റ്റം ഇൻ്റഗ്രേഷൻ എറ്റ്സെട്ര ക്യാൻ ഡിമിനിഷ് ദ ലെവൽ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മളെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടുക, അതുപോലെ പ്രൊഡക്ഷൻ പ്ലാനിങ് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആക്കുക, അതുപോലെ തന്നെ കസ്റ്റമർ ആൻഡ് സപ്ലയർ സിസ്റ്റം ഇൻ്റഗ്രേഷൻ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ലെവലിനെ ഡിമിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലീൻ മാനേജ്മെൻറ്റ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് വേസ്റ്റേജ്. ലീൻ മാനേജ്മെൻറ്റ് പ്രകാരം വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? വേസ്റ്റേജ് ആണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സ്. These are the final products after the manufacturing process on raw material. റോ മെറ്റീരിയലിൻ്റെ മേലെ എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സും കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദേ ആർ സോൾഡ് ഇൻ ദ മാർക്കറ്റ്. There are two kinds of manufacturing industries. One where the product is first manufactured and then sold. Second, where the order is received first and then it is manufactured as per specification. അപ്പം രണ്ട് തരം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത്. ഒരു കൂട്ടർ ആദ്യം തന്നെ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്തിട്ട് വെക്കും. രണ്ടാമത്തെ കൂട്ടർ ഓർഡർ സ്വീകരിച്ച ശേഷമാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് കടക്കുക. In the first one, it is inevitable to keep finished goods inventory, whereas it can be avoided in second one. ഫസ്റ്റ് കേസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചാൽ മാത്രമേ ആൾക്കാർ വന്ന് വാങ്ങുള്ളൂ. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്ന ഇൻവെൻട്രീൻ്റെ കാറ്റഗറി ഇന്നെവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. സെക്കൻഡ് കാറ്റഗറിയിലോ ഓർഡർ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നാലാമത്തെ കാറ്റഗറി എന്താ? പാക്കിംഗ് മെറ്റീരിയൽ. പാക്കിംഗ് മെറ്റീരിയൽ ഇസ് ദ ഇൻവെൻട്രി യൂസ്ഡ് ഫോർ പാക്കിംഗ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനാണ് പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി പ്രൈമറി പാക്കിംഗ് ഓർ സെക്കൻഡറി പാക്കിംഗ്. അപ്പോൾ എത്ര തരം പാക്കിംഗ് ഉണ്ട്? രണ്ട് തരം പാക്കിംഗ് ഉണ്ട്, പ്രൈമറി പാക്കിങ്ങും സെക്കൻഡറി പാക്കിങ്ങും. പ്രൈമറി പാക്കിംഗ് ഈസ് ദ പാക്കിംഗ് വിത്തൗട്ട് വിച്ച് ദ ഗുഡ്സ് ആർ നോട്ട് യൂസബിൾ. ഈ പാക്കിങ്ങിൽ നമുക്ക് ഗുഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനത്തെ പാക്കിങ്ങിനാണ് പ്രൈമറി പാക്കിംഗ് എന്ന് പറയാം. ഇപ്പം നമ്മളെ പെന്നിന് കൂട് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഫില്ലർ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രൈമറി പാക്കിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡറി പാക്കിംഗ് ഈസ് ദ പാക്കിംഗ് ഡൺ ഫോർ കൺവീനിയൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഒരുമിച്ച് നമ്മൾ ഒരുപാട് സാധനങ്ങളെ ബണ്ടിലാക്കി വെക്കൂലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പോർട്ടേഷൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അതിനെയാണ് സെക്കൻഡറി പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കാറ്റഗറി ഓഫ് ഇൻവെൻട്രി ഏതാ? MRO. MRO stands for Maintenance, Repairs and Operating Supplies. M for Maintenance, R for Repairs, O for Operating Supplies. They are also called consumables in various parts of the world. MROൻ്റെ വേറെ പേരെന്താ? Consumables. They are like a support function. Maintenance and repairs goods like bearing, lubricant oil, bolt, nuts, etc. are used in the machinery used for the production. നമ്മൾ മെഷീൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നട്ട്, ബോൾട്ട്, ഓയിൽ, ഇതിനൊക്കെയാണ് MRO എന്ന് പറയുന്നത്.
Operating supplies means the stationery etc. used for operating the business. Here is out ഡീറ്റെയിൽഡ് പോസ്റ്റ് ഓൺ MRO ഓഫ് ഇൻവെൻട്രി. അപ്പോൾ MRO എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ്റനൻസ്, റിപ്പയേഴ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ്. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നെറ്റ്, ബോൾട്ട്, ഈ ഓയിൽ, ഇതിനൊക്കെയാണ് MRO എന്ന് പറയാം. അപ്പം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള ഇൻവെൻട്രീനെ 5ആയിട്ട് തിരിക്കാം. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്, പാക്കിംഗ് മെറ്റീരിയൽ ആൻഡ് MRO. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? അതർ ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ആർ ക്ലാസിഫൈഡ് ഓൺ വേരിയസ് ബേസിസ് ആർ ആസ് ഫോളോസ്. Materially, there are 4 types of inventory only as explained above. Following type of inventory are either the reason to hold those for basic inventory or business requirement for the same. Some of them are suitable strategies for certain businesses. നമ്മൾ മേലെ പറഞ്ഞത് കൂടാതെയുള്ള ഇൻവെൻട്രീൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഓരോ ബിസിനസ്സും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇതിലേത് കാറ്റഗറി ഓഫ് ഇൻവെൻട്രി വേണമെന്ന് തീരുമാനിക്കുക. ആദ്യത്തത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. Under normal condition, a business transports raw material, work in progress, finished goods, etc. from one site to another for various purposes like sales, purchase, further processing, etc. എല്ലാ ഓർഗനൈസേഷൻ്റെയും കാര്യത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റും പ്രൊഡക്ഷൻ യൂണിറ്റും, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് അതുപോലെ തന്നെ സെല്ലിംഗ് യൂണിറ്റ്, ഇത് രണ്ടും ഒരേ സ്ഥലത്താവണമെന്ന് നിർബന്ധമല്ല. രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കും. അപ്പം നമ്മൾ റോ മെറ്റീരിയൽ അല്ലെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. സെയിലിന് വേണ്ടിയിട്ടും പർച്ചേസിന് വേണ്ടിയിട്ടും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഡിങ്ങിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയാം. ഡ്യൂ ടു ലോങ് ഡിസ്റ്റൻസ്, the inventory stays on the way for days, weeks and even months depending on distance. These are called inventory or goods in transit. Goods in transit may consist of any type of basic inventory. അപ്പം ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഗുഡ്സാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതിൽ ഏതൊക്കെ വരാം? റോ മെറ്റീരിയൽ വരാം, വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഫിനിഷ്ഡ് ഗുഡും വരാം. രണ്ടാമത്തെ കാറ്റഗറി എന്താ? ബഫർ ഇൻവെൻട്രി. Buffer inventory is the inventory kept or purchased for the purpose of meeting future uncertainty. ഫ്യൂച്ചർ അൺസർട്ടനിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത് വെക്കുന്ന ഇൻവെൻട്രിയാണ് ബഫർ ഇൻവെൻട്രി, ഓൾസോ നോൺ ആസ് സേഫ്റ്റി സ്റ്റോക്ക്. ബഫർ ഇൻവെൻട്രീൻ്റെ വേറെ പേരെന്താ? സേഫ്റ്റി സ്റ്റോക്ക്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ബിസൈഡ് ദ കറൻറ്റ് ഇൻവെൻട്രി റിക്വയർമെൻറ്റ്. നിലവിൽ നമുക്കുള്ള ഇൻവെൻട്രി റിക്വയർമെൻറ്റിൻ്റെ പുറമെ നമ്മൾ എടുത്തു വെക്കുന്ന ഇൻവെൻട്രിയാണ് ബഫർ ഇൻവെൻട്രി. ദ ബെനഫിറ്റ് ഈസ് സ്മൂത്ത് ബിസിനസ് ഫ്ലോ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. ബഫർ ഇൻവെൻട്രി വെക്കുന്നത് നല്ലതാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്ന്, സ്മൂത്തായിട്ട് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ പ്രശ്നം എന്താ? ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. ഈ ബിസിനസ്സിൽ നമ്മളിങ്ങനെ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നത് കാരണം ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഷുറൻസ്, അതുപോലെ ആ ഇൻവെൻട്രീനെ ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടി വന്ന ക്യാരിയിങ് കോസ്റ്റ്, അങ്ങനെ ഒരുപാട് ചിലവ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. Raw material as buffer stock is kept for achieving non-stop production and finished goods for delivering any size, any type of order by the customer. അപ്പം നമ്മൾ ഓർഡർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന റോ മെറ്റീരിയലിനാണ് ബഫർ ഇൻവെൻട്രി എന്ന് പറയാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക്. Based on the past experiences, a businessman is able to foresee future trend of the market and take certain decisions based on that. അപ്പം ഈ അക്കൗണ്ടൻറ്റിന് അല്ലെ ബിസിനസ്മാനിന് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് മൂപ്പരുടെ മാർക്കറ്റിലെ സിറ്റുവേഷൻസിനെ കുറിച്ച് ഡിസിഷൻസ് എടുക്കും. എക്സ്പെക്റ്റിംഗ് എ പ്രൈസ് റൈസ്, expert in the demand etc. Some businessmen invest money in stocking those goods.
വില കൂടുമെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ ഇൻവെൻട്രി വാങ്ങിക്കൊണ്ട് വെക്കും. സച്ച് കൈൻഡ് ഓഫ് ഇൻവെൻട്രി ഈസ് നോൺ ആസ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക്. അതായത് വില കൂടും എന്ന് പേടിച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വെക്കുന്ന ഇൻവെൻട്രീനാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് നോർമലി the raw material or finished good and this strategy is executed by traders. ഇങ്ങനെ പൊതുവെ ചെയ്യാറ് ട്രേഡേഴ്സാണ്. അപ്പോൾ വില കൂടും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ട് അവർ വാങ്ങിക്കൊണ്ട് വെക്കുന്ന സ്റ്റോക്കിനാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക് എന്ന് പറയാം. അടുത്ത കാറ്റഗറി എന്താ, ഡീകൂപ്ലിംഗ് ഇൻവെൻട്രി. ഇൻ മാനുഫാക്ചറിങ് കൺസേൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ഓൾവേസ് കീപ് റണ്ണിങ്. ഒരു മാനുഫാക്ചറിങ് കൺസേൺസിൽ മെഷീനറീസ് എപ്പോഴും റണ്ണിങ്ങിലായിരിക്കണം, ഓഫാക്കിടാൻ വേണ്ടി പാടില്ല. ദ ആക്ട് ഓഫ് സ്റ്റോപ്പിംഗ് മെഷീനറി കോസ്റ്റ് ടു ദ എൻ്റർപ്രണർ ഈസ് ടേം ഓഫ് അഡീഷണൽ സെറ്റപ്പ് കോസ്റ്റ്, റിപ്പയേഴ്സ്, ഐഡിൽ ടൈം ഡിപ്രീസിയേഷൻ, ഡാമേജ്, ട്രയൽ റൺസ് എക്സെട്ര. അപ്പം നിർത്തിയിട്ടാൽ ഒരുപാട് ചിലവ് വരുന്നുണ്ട്. റിപ്പയറിൻ്റെ ചിലവ്, ഐഡിൽ ടൈം ഡിപ്രീസിയേഷൻ, ഡാമേജ്, ട്രയൽ റൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുകൾ വരും. അപ്പം മെഷീനറീസിനെ നമ്മൾ നിർത്താതെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ദ റീസൺ ഫോർ ഹൾട്ട് ഈസ് നോട്ട് ഓൾവേസ് ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ്. ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട്. നമ്മൾ എപ്പോഴും ഒന്നും നമ്മൾ മെഷീനറി ഓഫാക്കിയിടാൻ കാരണം ഡിമാൻഡ് ഇല്ലാത്തത് മാത്രമായിരിക്കില്ല. വേറൊരു റീസൺ എന്താ, റോ മെറ്റീരിയൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ മെഷീൻ ഓഫാക്കിയിടേണ്ട അവസ്ഥ വരും. അതായത് ഇൻപുട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. ഇൻ എ പ്രൊഡക്ഷൻ ലൈൻ വൺ മെഷീനറി ഓർ പ്രോസസ് യൂസസ് ദ ഔട്ട്പുട്ട് ഓഫ് അതർ മെഷീൻ ഓർ പ്രോസസ്. ഒരു മെഷീൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത മെഷീൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. The speed of different machines may not always integrate with each other. ഓരോ മെഷീൻസും ഓരോ സ്പീഡിലാണ് പ്രവർത്തിക്കുക. ആദ്യത്തെ മെഷീൻ ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും, രണ്ടാമത്തെ മെഷീൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ മെഷീൻസിൻ്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും. ഫോർ ദാറ്റ് റീസൺ ദ സ്റ്റോക്ക് ഓഫ് ഇൻപുട്ട് ഫോർ ഓൾ ദ മെഷീൻസ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു കീപ് ദ ഫാക്ടറി റണ്ണിങ്. സ്റ്റോക്ക് ഓഫ് ഇൻപുട്ട് സഫിഷ്യൻ്റ് ആയിരിക്കണം. എല്ലാ മെഷീൻസും റൺ ചെയ്യാൻ മാത്രം ഇൻവെൻട്രി നമ്മൾ എടുത്തു വെക്കണം. സച്ച് എ വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി ഈസ് കാൾഡ് ഡീകൂപ്ലിംഗ് ഇൻവെൻട്രി. അപ്പം മെഷീൻസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ മെഷീൻസിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തു വെക്കുന്നതിനാണ് ഡീകൂപ്ലിംഗ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി എന്താ, സൈക്കിൾ ഇൻവെൻട്രി. It is a type of inventory accumulated due to ordering in lots or sizes to avoid carrying the cost of inventory. ക്യാരിയിങ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഗുഡ്സ് ഒരുമിച്ച് വാങ്ങൂലേ, അതിനെയാണ് സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ ഇൻവെൻട്രി ടു ബാലൻസ് ദ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ് ഫോർ ഒപ്റ്റിമൈസിങ് ഇൻവെൻട്രി ഓർഡറിംഗ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റിനെയും കൂടെ ബാലൻസ് ചെയ്യാനുള്ളതാണിത്. ആസ് സജസ്റ്റഡ് ബൈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി സജസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സൈക്കിൾ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുക. അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻവെൻട്രീൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ട്രേഡേഴ്സിന് ഉണ്ടാവുക മെർക്കൻഡൈസ് ഇൻവെൻട്രി, മാനുഫാക്ചറേഴ്സിന് 5 ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി ഉണ്ടാവും. അതിൻ്റെ പുറമെ അതർ ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ഉണ്ട്.